ഫ്രൈഡ് റൈസ് ആൻഡ് ചില്ലി ചിക്കൻ ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ കമോൺ, ഫസ്റ്റിന് കുറച്ച് വെജിറ്റബിൾസ് നമുക്ക് അരിഞ്ഞിട്ട് മാറ്റി വെക്കണം ഗൈസ്. ചോപ്പ് ചെയ്തിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച ചിക്കൻ, എണ്ണ ഒഴിക്കുക, ഗ്രാമ്പു, കറാമ്പട്ട, ഏലക്കായ, പിന്നെ നമ്മുടെ കുരുമുളക്, മാഗി ക്യൂബ് ഇവ ഇട്ട ശേഷം വെള്ളം ഒഴിക്കുക. നല്ല തിളച്ച ശേഷം അരി ഇട്ട് കൊടുക്കുക. അരി ഇട്ട് വെന്ത ശേഷം നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ വെജിറ്റബിൾസ് എണ്ണ ഒഴിക്കുക, ഓയിൽ ഒഴിക്കുക, ഓരോ വെജിറ്റബിൾസ് ആയിട്ട് തട്ടി കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ, അത് ചിക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. ചിക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ചിക്കാതെ ഇടുകയൊക്കെ ചെയ്യുക, പക്ഷേ ഞാൻ ഇവിടെ ചിക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നു കേട്ടോ. പിന്നെ നമ്മുടെ എഗ്ഗ് ചിക്കിയത് ആവശ്യമുണ്ട്. സോറി ഗൈസ്, ഞാനിത് ഇൻഗ്രീഡിയൻസിൽ കാണിച്ചിട്ടില്ല, അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് കൂട്ടി കൊടുക്കുക. ഫസ്റ്റ് നമുക്ക് കുറച്ച് കൂട്ടി കൊടുത്താൽ മതി. പിന്നെ അത് ഇളക്കുക തന്നെ, നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. വെജിറ്റബിൾസ്, എഗ്സ്, ചിക്കൻ അതൊക്കെ ആയിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് വയറ്റുക കേട്ടോ. പിന്നെ കുറച്ച് ബാക്കി വന്ന ആ റൈസും കൂടി അതിൽക്കാണ്ട് തട്ടി കൊടുക്കുക. പിന്നെ കുറച്ച് പെപ്പർ പൗഡർ മേൽക്കൂടെ ഇങ്ങനെ വെതറുക സ്റ്റൈലിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. നമ്മൾ ഫ്രൈഡ് റൈസ് റെഡിയാണ്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കനിലേക്ക് വരാം. എന്തൊക്കെ വെച്ച് മാരിനേറ്റ് ചെയ്ത്? ഉപ്പും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇടാം. ഞങ്ങൾ ഇട്ടിട്ടില്ല. സോയ സോസ് ആൻഡ് കോൺഫ്ലോർ ഇതിട്ടിട്ടാണ് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഓരോ ചിക്കനായിട്ട് നമുക്ക് ഇങ്ങനെ തട്ടി കൊടുക്കുക. നല്ല ഫ്രൈ ചെയ്തിട്ടാണ് മാറ്റി വെക്കുക കേട്ടോ. ഇനി നമ്മൾ ഓയിൽ ഒഴിക്കുക, ബീൻസ് ഇട്ട് കൊടുക്കുക, നമ്മുടെ ഓണിയൻ ഇട്ട് കൊടുക്കുക, പിന്നെ നമ്മുടെ ക്യാപ്സിക്കൻ തട്ടി കൊടുക്കുക. പിന്നെ നമ്മളിങ്ങനെ ഇളക്കണം കേട്ടോ. ഇളക്കി ഇങ്ങനെ ഇരിക്കണം, ഇളക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് വഴൻ്റെ ശേഷം നമുക്ക് അതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നമ്മുടെ ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി ഓപ്ഷണലാണ്, കളറിന് വേണ്ടി നമുക്ക് ഇടാം കേട്ടോ. പിന്നെ കുറച്ച് ജീരകം ഇടുക, കുറച്ച് വെള്ളം ഒഴിക്കുക, പിന്നെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ 2 സോസസ്, എന്തൊക്കെ സോയ സോസ് ആൻഡ് ടൊമാറ്റോ സോസ് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. വാ, അതാണ് നമ്മൾ അതിൻ്റെ മെയിൻ. അപ്പോൾ നമ്മൾ ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇങ്ങനെ ഇളക്കുക. അതിന് ശേഷം നമ്മൾ കോൺഫ്ലോറും വെള്ളവും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇത്ര തന്നെ ഉള്ളൂ. പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നൗ ഗൈസ്, നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫ്രൈഡ് റൈസിലേക്ക് പോയാലോ, നമുക്ക് തുറന്നോക്കാം. വാ, അടിപൊളിയായിട്ടുണ്ടല്ലേ. നല്ല രസമുണ്ട് കാണാൻ, തിന്നാൻ നല്ല രസമുണ്ടാകും കേട്ടോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാം. ദിസ് ഈസ് അവർ ചില്ലി ചിക്കൻ ആൻഡ് ഫ്രൈഡ് റൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ കഴിച്ചിട്ട് വരാം. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.